നമസ്കാരം. അർണോൾഡ് ഷോസ്നഗർ, ജീവിത വിജയത്തിൻ്റെ പര്യായം, ചാപ്റ്റർ 30, അർണോൾഡ്സ് റൂൾസ് ഓഫ് സക്സസ്. ജീവിത വിജയത്തെക്കുറിച്ച് അർണോൾഡിൻ്റെ ആദ്യത്തെ കാഴ്ചപ്പാട്, നമ്മുടെ ജീവിതം എന്തായിരിക്കണം എന്ന് നമുക്ക് വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ടായിരിക്കണം എന്നുള്ളത് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ നമുക്ക് ഉദാഹരണമായി എടുക്കാം. ഏകദേശം 10 വയസ്സാകുമ്പോൾ വരുന്നൊരു ചിന്ത, അമേരിക്കയിലേക്ക് പോകണം. അന്ന് ആ ഒരു ചിന്തയേ ഉള്ളൂ, അമേരിക്കയിലെത്തണം. എങ്ങനെ എന്നൊന്നറിയില്ല. 15 വയസ്സോടെ അത്തരം ഒരു കാര്യത്തിൽ തീരുമാനമാവുന്നു. ബോഡി ബിൽഡിംഗ് എന്നുള്ള ഒരു സ്പോർട്സിലൂടെ അമേരിക്കയിലെത്താം. ബ്രിട്ടനിൽ ജനിച്ച് ബോഡി ബിൽഡിംഗ് എന്ന സ്പോർട്സിൻ്റെ ഉന്നതിയിലെത്തി അമേരിക്കയിലെത്തിച്ചേർന്ന റക് പാർക്കായിരുന്നു ആ കാര്യത്തിൽ റോൾ മോഡൽ. അതോടെ അദ്ദേഹം ബോഡി ബിൽഡിംഗ് ആരംഭിക്കുന്നു. ആ ഒരു സ്പോർട്സിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തുന്നു. അത് വെറുതെ അല്ല, വളരെയധികം ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മളൊരു ലക്ഷ്യം ഉണ്ടാവണം, ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ഹാർഡ് വർക്കും വേണം. പിന്നെ സ്പോർട്സ് എന്ന് പറയുമ്പം അത് എല്ലാ കാലത്തും നടക്കുന്ന ഒരു കാര്യമല്ല. ഒരു പ്രായം കഴിയുമ്പോൾ അതൊക്കെ അങ്ങ് നിൽക്കും. അപ്പോഴേക്കും അദ്ദേഹത്തിന് അടുത്ത ലക്ഷ്യബോധം വരുന്നു, ഒരു ഫിലിം സ്റ്റാർ ആവണം. അതിനും റോൾ മോഡൽ റക് പാർക്ക് തന്നെയായിരുന്നു. ആ സമയത്തും അതിനൊരുപാട് തടസ്സങ്ങൾ എപ്പോഴും വരും. അത് അദ്ദേഹത്തിൻ്റെ അടുത്ത റൂളാണ്. തടസ്സം പറയുന്നവരടുത്തൊക്കെ നോ എന്ന് പറയുക, അല്ലെങ്കിൽ അത് അവഗണിക്കുക. അദ്ദേഹത്തിൻ്റെ ബോഡി ബിൽഡിംഗ് കാലഘട്ടത്തിൽ തന്നെ അച്ഛൻ പറയുമായിരുന്നു, ഈ വെയിറ്റൊക്കെ എടുത്തുകൊണ്ട് നടക്കുന്ന നേരം എനിക്ക് വല്ല വിറകും വെട്ടിക്കൂടെടാ, എന്തെങ്കിലും മനുഷ്യന് ഉപകാരമുള്ളത് ചെയ്യാലോ എന്ന് പറഞ്ഞിരുന്നു. അന്ന് വിറകും വെട്ടി അച്ഛൻ പറയുന്ന രീതിയിൽ പോലീസ് ഇൻസ്പെക്ടറോ എന്തെങ്കിലുമൊക്കെ ആയിരുന്നെങ്കിൽ നമുക്കറിയാം ഇന്നത്തെ ഒരു അർണോൾഡ് ഇല്ല. ഇന്നത്തെ ജീവിത വിജയം നേടിയ അർണോൾഡല്ല പിന്നീട് ഉണ്ടാവാൻ പോകുന്നത്. സിനിമയിലും ആദ്യകാലത്തൊക്കെ ഒരുപാട് തടസ്സങ്ങൾ. ഇത്തരം ബോഡിയുള്ള ഒരു സിനിമാ സ്റ്റാറിന് നമുക്ക് ആവശ്യമില്ല. ഇംഗ്ലീഷ് നേരെ ചൊവ്വേ പറയാൻ അറിഞ്ഞൂടാ. ഈ പേര് അമേരിക്കക്കാർക്കൊന്നും മര്യാദയ്ക്ക് ഉച്ചരിക്കാൻ പോലും പറ്റൂല. അത്തരം ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. പക്ഷേ ആ ബോഡിക്ക് അനുസരിച്ചുള്ള റോളുകൾ അദ്ദേഹത്തെ പിന്നീട് തേടിയെത്തി. കാരണം വളരെ കാലമുള്ള പരിശ്രമം. ഒപ്പം അതിൻ്റെ ഇടയിൽ അദ്ദേഹം ഹാർഡ് വർക്ക് ചെയ്തു, ഇംഗ്ലീഷ് നന്നാക്കിയെടുത്തു. അല്ലാതെ സിനിമയിൽ അഭിനയിച്ചാൽ പോരല്ലോ, ഡയലോഗ് കൂടി മര്യാദയ്ക്ക് പറയാൻ പറ്റണ്ടേ. നമുക്കോരോ ലക്ഷ്യം ഉണ്ടാവണം, അതിനുള്ള ഹാർഡ് വർക്ക് വേണം. ഇതാണ് ജീവിതത്തിലെ അർണോൾഡിൻ്റെ ആദ്യത്തെ റൂൾ ഓഫ് സക്സസ്. ഇത് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഇന്നത്തെ വിദ്യാർത്ഥികളും യുവജനങ്ങളുമാണ്. ഒരു പ്രായം കഴിഞ്ഞ് നമുക്കിതുപോലെ ആവാം എന്നൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. ഇതൊക്കെ ചെറുപ്പത്തിലേ അതിനുള്ള ഹാർഡ് വർക്ക് തുടങ്ങണം. സ്കൂളിൽ പോകുമ്പോൾ അവിടെയുള്ള കാര്യങ്ങൾ പഠിക്കാതെ തലയിൽ തുണി ഇടണോ വേണ്ടയോ എന്നുള്ള രീതിയിലുള്ള ചർച്ചകളുമായിട്ടൊക്കെ നടന്നാൽ എവിടെ എത്താൻ പോകുന്നില്ല. അടുത്ത ഒരു റൂള്, ഒരിക്കലും ആൾക്കൂട്ടത്തിൽ ഒരാളാവരുത്. എപ്പോഴും നമ്മൾ നമ്മുടെ വ്യക്തിത്വം കാത്തു സൂക്ഷിക്കണം. അദ്ദേഹം ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്. ഗവർണർ ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനോടൊരു പത്രപ്രവർത്തകൻ ചോദിച്ചതാണ്, ഇനി സെനറ്റർ ആവുന്നില്ലേ വാഷിങ്ടണിൽ? ആർക്ക് വേണം വാഷിങ്ടൺ എന്നായിരുന്നു മറുപടി. കാരണം അനേകം സെനറ്റർമാരുടെ ഇടയിൽ ഒരാളായിരിക്കാൻ താല്പര്യമില്ല. സിനിമയുടെ തുടക്കകാലത്തും നമുക്കറിയാം അദ്ദേഹത്തെ തേടി ഒരുപാട് ചെറിയ റോളുകൾ വന്നതാണ്. ഒരെണ്ണം പോലും അദ്ദേഹം സ്വീകരിച്ചില്ല. ഒരു സിനിമയിൽ അഭിനയിക്കുകയാണെങ്കിൽ അതിലെ ലീഡിങ് റോളായിരിക്കണം എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിന് തുടക്കം തൊട്ടേ തീരുമാനമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സിനിമയില്ലാതെ ഒരുപാട് കാലം മുന്നോട്ട് പോകേണ്ടി വന്നിട്ടുണ്ട്. ബിസിനസ് കൂടി ഉണ്ടായിരുന്നുകൊണ്ട് ആ സമയത്ത് പട്ടിണി കിടന്നില്ല. നമ്മൾ ഇടപെടുന്ന കാര്യങ്ങളെല്ലാം വിജയിച്ചാൽ പോരാ, ആ മേഖലയും വിജയിപ്പിക്കുക. അതാണ് അടുത്ത ഒരു തിയറി. ഉദാഹരണം ബോഡി ബിൽഡിങ്ങിൽ അദ്ദേഹം ടോപ്പ് ലെവലിലെത്തി. പിന്നീട് അദ്ദേഹം ചെയ്തത് കുറേ കാലം ബോഡി ബിൽഡിങ്ങിൻ്റെ പ്രൊമോഷനും കൂടിയായിരുന്നു. അതിന് മുമ്പുണ്ടായിരുന്ന ഒരു ബോഡി ബിൽഡറൊക്കെ മിസ്റ്റർ ഒളിമ്പിയ ആയിട്ട് അദ്ദേഹത്തിന് മുമ്പ് എത്രയോ ആൾക്കാർ വന്നു. സെർജിയോ ഒലിവിയ, ഈ പറഞ്ഞ റക് പാർക്ക് മിസ്റ്റർ ഒളിമ്പിയകളായിട്ടുണ്ട്. അവർ മിസ്റ്റർ ഒളിമ്പിയ ആവുന്നു, അത് കഴിഞ്ഞ് അവരവരുടെ ജോലി നോക്കി പോകുന്നു. അർണോൾഡ് അങ്ങനെ ആയിരുന്നില്ല. ആ മേഖലയെ വളർത്താൻ അദ്ദേഹം ഒരുപാട് ശ്രമിച്ചു. പമ്പിങ് അയൺ, സ്റ്റേ ഹംഗ്രി പോലുള്ള സിനിമകൾ, അതുകൂടാതെ അദ്ദേഹം ബോഡി ബിൽഡിങ്ങിനെ കുറിച്ച് ധാരാളം പുസ്തകങ്ങൾ, അതൊക്കെ പിന്നീടാണ് ബോഡി ബിൽഡിങ്ങിനെ കുറിച്ച് അദ്ദേഹം എഴുതിയ 1985 പബ്ലിഷ് ചെയ്ത ദ എൻസൈക്ലോപീഡിയ ഓഫ് മോഡേൺ ബോഡി ബിൽഡിംഗ്.
ഓരോ എക്സസൈസുകളും എങ്ങനെ കൃത്യമായിട്ട് എങ്ങനെ മാക്സിമം റിസൾട്ട് കിട്ടുന്ന രീതിയിൽ ചെയ്യണം എന്ന് വളരെ വിശദമായിട്ട് പ്രതിപാദിക്കുന്ന ഒരു ഗ്രന്ഥം. അതിനെക്കുറിച്ച് പറയുമ്പോൾ രസകരമായൊരു ഓർമ്മ വരികയാണ്. ഏകദേശം 4 വർഷം മുമ്പ് എൻ്റെ മകൻ ഇവിടെ പാലക്കാട് അറിയപ്പെടുന്ന ഒരു ജിംനേഷ്യത്തിൽ പ്രാക്ടീസിന് പോയിരുന്നു. അപ്പോൾ അവ അതിനു മുമ്പേ ഈ ബുക്കൊക്കെ വായിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ ട്രെയിനിങ് കൊടുക്കുന്ന ആൾ പലതും തെറ്റായിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഒരിക്കൽ ഒരു എക്സസൈസിൻ്റെ സമയത്ത് അവൻ ചോദിച്ചു, സാർ ഇതിങ്ങനെ അല്ലല്ലോ അർണോൾഡിൻ്റെ ബുക്കിൽ എഴുതിയിരിക്കുന്നത്. മറുപടി വളരെ രസകരമായിരുന്നു. ഓരോരുത്തന്മാർ ഓരോന്നൊക്കെ എഴുതി വയ്ക്കും, പക്ഷെ ഇവിടെ പറയുന്ന കാര്യം ഏറ്റവും ഗംഭീര കാര്യമാണെന്നാണ് പറഞ്ഞത്. വിജയങ്ങളിൽ അഹങ്കരിക്കരുത്, അഭിമാനിക്കാം, അഹങ്കരിക്കരുത്. അതിന് അദ്ദേഹം ഒരു റോൾ മോഡലായിട്ട് കാണുന്നത് ബോക്സിംഗ് ചാമ്പ്യൻ മുഹമ്മദ് അലിയാണ്. മുഹമ്മദ് അലി നമുക്കറിയാം, ഒരുപാട് തവണ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ വ്യക്തിയാണ്. ലോകം കണ്ട ഏറ്റവും നല്ല ബോക്സറാണ്. ലോകം കണ്ട ഏറ്റവും നല്ല ബോഡി ബിൽഡറാണ് അർണോൾഡ്. ഇവരൊന്നിച്ച് ഒരു TV ഷോ 1980 കാലഘട്ടത്തിൽ അമേരിക്കയിലെ ABC TV എന്ന ഒരു ചാനലിലുണ്ടായിരുന്നു. ഗുഡ് മോർണിംഗ് അമേരിക്ക എന്നാണ് ആ ഷോയുടെ പേര്. അല്ലെങ്കിൽ പല പ്രശസ്തരായ ആൾക്കാരെയും കൊണ്ടുവരും. ആദ്യത്തെ ദിവസത്തെ ഷോയിൽ തന്നെ അവരടുത്ത് അവതാരകൻ ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങൾ രണ്ടുപേരും 2 മേഖലകളിൽ ശക്തരായ വ്യക്തികളാണ്, ഒരാൾ ബോഡി ബിൽഡിങ്ങിലും ഒരാൾ ബോക്സിങ്ങിലും. നിങ്ങളിൽ ശക്തനാര്? ഉത്തരം ചാടിക്കയറി പറഞ്ഞത് മുഹമ്മദ് അലിയാണ്. ഒരു സംശയമില്ല, ഇയാൾ തന്നെ. കാരണം അന്ന് രാവിലെ അവർ ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് പരിചയപ്പെടുന്ന സമയത്ത് മുഹമ്മദ് അലി ഒരു തമാശയ്ക്ക് പറഞ്ഞു, അതെ, നമ്മൾ രണ്ടാളും 2 ഫീൽഡിലുള്ള വ്യക്തികളാണല്ലോ, നമ്മളിൽ ആരാണ് ശക്തൻ എന്നറിയണം, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തള്ളി നോക്കാം. ആ തള്ളലിൽ ജയിച്ചത് നമുക്ക് ഇന്നിവിടെ നാട്ടിലുള്ള പോലെ തള്ളലല്ല, പുഷിങ്. ഏതായാലും ആ മത്സരത്തിൽ ജയിച്ചത് അർണോൾഡായിരുന്നു. അത് തുറന്നു പറയാൻ മുഹമ്മദ് അലിക്ക് പക്ഷെ യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. എന്ന് മാത്രമല്ല, അടുത്ത ആ ഷോ നടക്കുന്ന ദിവസം മുഹമ്മദ് അലിയുടെ ഒപ്പം ഒരുപാട് ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. അർണോൾഡിനെ കണ്ട വഴിക്ക് ആ ഫ്രണ്ട്സിനോട് അദ്ദേഹം പറയാണ്, ഈ ബോഡി ബിൽഡിംഗ് എന്ന് പറയണതേ വെറുതെ മസിൽ പെരുപ്പിക്കുകയല്ല, അയാൾക്ക് നല്ല ശക്തിയൊക്കെ ഉണ്ട്, വാ നമുക്ക് ഒന്നുകൂടി പുഷ് ചെയ്ത് നോക്കാം. അപ്പൊ അത്രയും ആൾക്കാരുടെ മുമ്പിൽ വെച്ച് മുഹമ്മദ് അലി സ്വയം തോൽക്കുകയാണ്. കാരണം അദ്ദേഹത്തിന് ബോക്സിംഗ് റിങ്ങിൽ ഇറങ്ങുമ്പോൾ മാത്രമേ ഉള്ളൂ ജയിക്കണം എന്നുള്ള ആഗ്രഹം, അല്ലാണ്ട് യാഥാർത്ഥ്യ ജീവിതത്തിൽ ഞാൻ ഭയങ്കര സംഭവമാണ് എന്ന് വിചാരിച്ച് നടക്കുന്ന ഒരു വ്യക്തിയല്ല. അർണോൾഡ് അതിന് മറ്റൊരു ഉദാഹരണമാണ്. 7 തവണ മിസ്റ്റർ ഒളിമ്പിയായി ലോകം കണ്ട ഏറ്റവും നല്ല ബോഡി ബിൽഡറായി നിൽക്കുമ്പോഴും അദ്ദേഹം പറയും, ഫ്രാങ്കോ ഈ ചെറിയ ശരീരവും വെച്ച് എന്നേക്കാൾ ശക്തനാണ്. നമുക്കറിയാം, നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. സ്വന്തം ശരീരഭാരത്തിൻ്റെ 4 ഇരട്ടി ഡെഡ് ലിഫ്റ്റ് ഉയർത്താൻ കഴിയുന്ന ഫ്രാങ്കോ അതുപോലൊരു ശക്തൻ ഇന്നുമില്ല. ഇന്നത്തെ വേൾഡ് ഡെഡ് ലിഫ്റ്റ് ചാമ്പ്യൻഷിപ്പ് റെക്കോർഡ് എന്ന് പറയുന്നത് 510 കിലോഗ്രാമാണ്. അത് ഉയർത്തിയ വ്യക്തിയുടെ ബോഡി വെയ്റ്റ് ഏകദേശം 150 കിലോഗ്രാമും. ഫ്രാങ്കോയുടെ റേഷ്യോ വെച്ചാണെങ്കിൽ അദ്ദേഹം 600 കിലോ ഉയർത്തേണ്ടതാണ്, പക്ഷെ പറ്റില്ല. ഫ്രാങ്കോ അത്രയും ശക്തനായിരുന്നു. മറ്റൊന്ന്, ഒന്നിനെ കുറിച്ച് അമിതമായി ചിന്തിക്കരുത്. കാരണം നമുക്കറിയാം, നമ്മൾ നല്ല രീതിയിലൊരു കായിക അധ്വാനം കഴിഞ്ഞാൽ ശരീരത്തിന് റെസ്റ്റ് കിട്ടണം. ഇതുപോലെ തന്നെയാണ് മനസ്സിനും. എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നാൽ മനസ്സിന് റെസ്റ്റ് ഇല്ല. അത് ശാരീരികമായും മാനസികമായും പല പ്രശ്നങ്ങളും ഉണ്ടാക്കും. അതുകൊണ്ട് അമിതമായി ചിന്തിക്കരുതെന്നല്ല. ഇന്നത്തെ ഏറ്റവും വലിയ കുഴപ്പം അതാ. ഇന്നത്തെ പ്രത്യേകിച്ച് യുവജനങ്ങൾ ചിന്തയേ ഇല്ല. എന്താണ് ചെയ്യുന്നതെന്ന് അറിഞ്ഞുകൂടാത്ത രീതിയിലാണ് പലതും ചെയ്യുന്നത്. അങ്ങനെയല്ല, ചിന്തകൾ അമിതമാവരുത്. അടുത്ത അദ്ദേഹത്തിൻ്റെ ഒരു പോളിസിയാണ്, ഒരിക്കലും നമ്മളൊരു കാര്യം പ്ലാൻ ചെയ്യുമ്പോൾ പ്ലാൻ B ഉണ്ടാവരുത്. അതായത് അങ്ങനെ നടന്നില്ലെങ്കിൽ ഇങ്ങനെയാവാം. ഇന്ന് പല കുട്ടികളുടെ അടുത്തും ചോദിച്ചറിയാം, സ്കൂൾ കഴിയുന്നു, +2 സയൻസ് ഗ്രൂപ്പ്, എന്താ ലക്ഷ്യം? എൻട്രൻസ് കിട്ടിയ ഡോക്ടർ ആവണം, ഡോക്ടർ ആവാൻ പറ്റിയില്ലെങ്കിൽ എഞ്ചിനീയർ ആവണം. ആ പറ്റിയില്ലെങ്കിൽ എന്നുള്ളത് പാടില്ല എന്നാണ് അർണോൾഡിൻ്റെ റൂള്. നമ്മളൊരു കാര്യം തീരുമാനിച്ചാൽ ഹാർഡ് വർക്ക് ചെയ്ത് ആ ലെവലിലേക്ക് എത്തണം. അല്ലാതെ അങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ എന്ന് പറയുന്ന ഒരു ഇടപാട് അർണോൾഡിൻ്റെ റൂളിലില്ല. ഉദാഹരണത്തിന്, അദ്ദേഹം ഗവർണറായിരുന്ന കാലഘട്ടം, ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പല പദ്ധതികളും നമുക്കറിയാം സെനറ്റും അസംബ്ലിയൊക്കെ എതിർപ്പായിരുന്നു. കാരണം നമുക്കിവിടെ അത്ര ഇപ്പം ആവശ്യമില്ല. അന്നത്തെ കാര്യം മാത്രമേ അവർ ചിന്തിക്കുന്നുള്ളൂ. 10 ലക്ഷം സോളാർ റൂഫ്
ഏറ്റവും വലിയൊരു ഉദാഹരണമായിരുന്നു. ഇപ്പോൾ 10 ലക്ഷം സോളാർ റൂഫ് ഇവിടെ നടപ്പിലാക്കാൻ പറ്റുമോ, നമുക്ക് 1 ലക്ഷം പോരെ എന്നായിരുന്നു മഹാഭൂരിപക്ഷവും ചോദിച്ചത്. പക്ഷേ അർണോൾഡിൻ്റെ നിശ്ചയദാർഢ്യം കൊണ്ട് അത് നടന്നു എന്നുള്ളത് വേറെ കാര്യം. അപ്പോൾ എപ്പോഴും നമ്മളൊരു പ്ലാൻ ഇട്ടാൽ അതിലേക്ക് ഹാർഡ് വർക്ക് ചെയ്യുക, അല്ലാതെ അങ്ങനെ അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ആവാം എന്ന് ഉള്ള രീതി ഒഴിവാക്കണം. ഇനി ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്, ഒരിക്കലും സമയം പാഴാക്കരുത്. ഓരോ നിമിഷവും നമ്മൾ നമ്മുടെ വിജയത്തിനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കണം. ആവർത്തന വിരസത കൊണ്ട് ഞാൻ വീണ്ടും പറയുന്നില്ല. ഈ സീരീസിൻ്റെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞൊരു കാര്യമാണ്, കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിൽ ഒരു സ്റ്റുഡൻറ്റിനോട് അദ്ദേഹം സമയം ചെലവഴിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ചോദ്യങ്ങളും ആ സ്റ്റുഡൻറ്റ് പറഞ്ഞ ഉത്തരങ്ങളും ലാസ്റ്റ് അദ്ദേഹത്തിൻ്റെ കൺക്ലൂഷനും. ദിവസത്തിൽ 24 മണിക്കൂറുണ്ടെങ്കിൽ ഉറക്കം കഴിച്ച് ബാക്കിയുള്ള സമയം മുഴുവൻ നമ്മൾ ആക്റ്റീവായിരിക്കണം. ആ രീതിയിൽ പ്ലാൻ ചെയ്താൽ ജീവിത വിജയം നേടാം. ഞാനൊന്നും പഠിക്കുന്ന കാലത്ത് ഇത് അറിഞ്ഞില്ല. സാഹചര്യങ്ങളെ കുറ്റപ്പെടുത്താതിരിക്കുക. അർണോൾഡിനോടൊപ്പം ഓസ്ട്രിയയിൽ കളിച്ചു വളർന്ന അദ്ദേഹത്തിൻ്റെ ക്ലാസ്മേറ്റ്സ് അവരാരും മറ്റൊരു അർണോൾഡായില്ല, ലോകം അറിയപ്പെടുന്ന ആരും ആയില്ല. അതിന് അവർ പറയുന്ന കാരണം എന്തായിരിക്കും? ഇവിടെ ഈ 2ാം ലോകമായുധം കഴിഞ്ഞ് നശിച്ചു കിടക്കുന്ന രാജ്യം, ഇവിടെ എന്തോന്നാവാൻ. പക്ഷേ ആ ഓസ്ട്രിയ അങ്ങനൊരു അവസ്ഥയിലായതുകൊണ്ടാണ് അർണോൾഡിന് ആഗ്രഹം വന്നത് അമേരിക്കയിലേക്ക് പോകണമെന്ന്. ഓസ്ട്രിയ കുറച്ചുകൂടി സമ്പന്നമായ ഒരവസ്ഥയിലായിരുന്നു വന്നെങ്കിൽ അർണോൾഡ് ഒരിക്കലും ചിലപ്പോൾ അങ്ങനെ ആഗ്രഹിക്കില്ല. അപ്പോൾ ഈ നെഗറ്റീവായ ഒരു സാഹചര്യത്തിൽ നിന്നാണ് അർണോൾഡ് ഈ ഉന്നതിയിലേക്ക് എത്തിയത്. മാറ്റങ്ങൾ ഉൾക്കൊള്ളുക, അത് അടുത്തൊരു ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഇന്നും കഴിഞ്ഞ നൂറ്റാണ്ടിലെ പോലെ ഇരിക്കുകയുള്ളൂ, എനിക്കൊരു മാറ്റവും വരാൻ പാടില്ല എന്നാഗ്രഹിച്ചുകൊണ്ടിരുന്ന നമ്മൾ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കും. അതിനദ്ദേഹം ഏറ്റവും വലിയ റോൾ മോഡലായിട്ട് കണ്ടിരുന്നത് പഴയ റഷ്യൻ പ്രസിഡന്റ്, റഷ്യനല്ല സോവിയറ്റ് യൂണിയൻ്റെ പ്രസിഡൻ്റായിരുന്ന മിഖായിൽ ഗോർബച്ചേവിനെയാണ്. 2010 ഗവർണർഷിപ്പ് അവസാനിക്കാറായ കാലത്ത് ഗോർബച്ചേവിൻ്റെ 80ാം പിറന്നാൾ ആഘോഷത്തിൽ പങ്കെടുക്കാൻ അദ്ദേഹം ലണ്ടനിൽ പോയിരുന്നു. അവിടെ നിന്നാണ് അവർ പരിചയപ്പെടുന്നത്. അത് കഴിഞ്ഞ് ഒരു ദിവസം ഗോർബച്ചേവിൻ്റെ വീട്ടിൽ പോയിരുന്നു. ആ സമയത്താണ് അർണോൾഡ് കൂടുതൽ വിശദമായിട്ട് സംസാരിച്ചത്. അന്ന് അദ്ദേഹം ചോദിച്ചു, എന്തുകൊണ്ട് സോവിയറ്റ് യൂണിയനെ താങ്കൾ ഇങ്ങനെ മാറ്റി, കമ്മ്യൂണിസം അവസാനിപ്പിച്ച് അതിനെ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഒരു തരത്തിൽ പറഞ്ഞാൽ അത് തകർച്ചയിലായിരുന്നില്ലേ? ഗോർബച്ചേവ് പറഞ്ഞ മറുപടി രസകരമായിരുന്നു. തകർച്ച ഇവിടെ പണ്ടേ ഉണ്ടായിരുന്നു, പക്ഷേ പുറം ലോകം അറിയുന്നില്ല. ഇവിടെ സൗകര്യത്തോടെ ജീവിച്ചിരുന്നത് ഉന്നത രാഷ്ട്രീയ നേതാക്കളും പട്ടാളവും മാത്രമായിരുന്നു. പട്ടാളത്തിനെ കാണിച്ച് ബാക്കിയുള്ള ജനങ്ങളെ പേടിപ്പിക്കുന്നു. അവർക്ക് പട്ടിണിയും വെറുതെയൊക്കെ ആണെങ്കിലും പേടിച്ചാരും മിണ്ടുന്നില്ല. അത്തരം ഒരവസ്ഥയിലായിരുന്നു. ആ ഒരവസ്ഥയിൽ പക്ഷേ ഞാൻ ചിന്തിച്ചത് കമ്മ്യൂണിസം അവസാനിപ്പിക്കണമെന്നായിരുന്നില്ല. ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഒരു നേതാവ് തന്നെയായിരുന്നു. ഞാൻ ചിന്തിച്ചത് ഞാൻ അധികാരത്തിലെത്തിയാൽ ഇതെല്ലാം മാറ്റിയെടുക്കാൻ കഴിയും എന്നായിരുന്നു. പക്ഷേ ഞാൻ സോവിയറ്റ് യൂണിയൻ്റെ പ്രസിഡന്റ് ആയപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് മാറ്റാൻ ആർക്കും കഴിയില്ല. ആ രീതിയിലുള്ള ഒരു സിസ്റ്റമാണ് ഇതൊന്ന്. പിന്നെ എനിക്കൊരു വഴി ഉണ്ടായിരുന്നുള്ളൂ, ഇത് അവസാനിപ്പിക്കുക. അത് ഞാൻ ചെയ്തു. അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യത്തിൻ്റെ വേറെ രൂപമാണ്. ശരീരത്തിനെയും മനസ്സിനെയും ഒരേപോലെ ആരോഗ്യപരമായിട്ട് നിലനിർത്തുക. ആ ഒരു ഉപദേശം കൊടുത്തത് ബാല്യകാല സുഹൃത്ത് കാൾ ഗസ്നറുടെ അച്ഛൻ ഫ്രെഡി ഗസ്നറാണ്. അർണോൾഡിന് ചെറുപ്പകാലത്ത് നല്ല ഭക്ഷണവും ഒരുപാട് സൗകര്യങ്ങളും ഒക്കെ ചെയ്തു കൊടുത്ത വ്യക്തി. അർണോൾഡ് ഓസ്ട്രിയ വിട്ട് പോകുമ്പോൾ അർണോൾഡിന് ഒരു പ്രത്യേകം പറഞ്ഞു, എന്തെങ്കിലും നിനക്ക് മ്യൂണിക്കിൽ ഒരു ജിംനേഷ്യത്തിൽ ട്രെയിനറായിട്ട് പോകുന്ന സമയത്ത് പറഞ്ഞാണ്, എന്തെങ്കിലും നിനക്ക് അവിടെ ഒരു ബുദ്ധിമുട്ട് നേരിട്ടെങ്കിൽ തിരിച്ചുകൂടെ വരിക, ഇവിടെ നിനക്കൊരു ജോലി ശരിയാക്കി തരാൻ എനിക്ക് പറ്റും. മ്യൂണിക്കിൽ ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ നേരിട്ടു, പക്ഷെ അർണോൾഡ് തിരിച്ചു പോയില്ല. അപ്പോഴും നമ്മൾ പറഞ്ഞ പോലെ പിന്നെ നമ്മൾ ഇന്ന് അറിയുന്ന അർണോൾഡ് ആയിരിക്കില്ല. അടുത്ത റൂള് സ്റ്റേ ഹംഗ്രി. അദ്ദേഹം അഭിനയിച്ച ഒരു സിനിമയുടെ പേരാണ്. അത് അദ്ദേഹം ജീവിതത്തിലെ ഒരു ആപ്തവാക്യമായി കരുതുന്നു. എപ്പോഴും വിശപ്പുണ്ടായിരിക്കണം. ഭക്ഷണം കഴിക്കാനുള്ള വിശപ്പല്ല, പുതിയ വിജയങ്ങൾ നേടാനുള്ള വിശപ്പ്. അതുകൊണ്ടാണ് അർണോൾഡ് ഇന്നത്തെ നിലയിലേക്ക് വന്നതും. അല്ലെങ്കിൽ ഒരു ബോഡി ബിൽഡർ മാത്രമായി തീർന്നേനെ, അല്ലെങ്കിൽ ബോഡി ബിൽഡറും ഒപ്പം ഒരു സിനിമാ നടനും, അങ്ങനെ ഒരുപാട് ആൾക്കാരായിട്ടുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് അദ്ദേഹം രാഷ്ട്രീയത്തിൽ വരുന്നു. വെറുതെ ഒരു രാഷ്ട്രീയക്കാരനായി കുറച്ചു കാലം ഗവർണറായി ഇങ്ങനെ അധികാരത്തിലങ്ങ് സൂചിച്ചിരിക്കാമെന്നായിരുന്നില്ല.
അത്തരം ചിന്തകളെ ഉണ്ടായിരുന്നില്ല. കാലിഫോർണിയ സ്റ്റേറ്റിനെ ഉന്നതിയിലേക്ക് കൊണ്ടുപോകണം എന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുവേണ്ടി വ്യക്തിപരമായ വരുമാനങ്ങൾ കളഞ്ഞു. ഗവർണറുടെ ശമ്പളമോ യാതൊരു അലവൻസോ വാങ്ങിക്കാതെ 7 വർഷം വർക്ക് ചെയ്തു. അതുകൊണ്ട് കാലിഫോർണിയയിൽ ഒരുപാട് മാറ്റങ്ങളും വന്നു. ഇന്നും നമുക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തറിയാം, കാലിഫോർണിയ സ്റ്റേറ്റ് കണ്ട ഏറ്റവും നല്ലൊരു ഗവർണറായിരുന്നു മുൻ രാഷ്ട്രീയ പാരമ്പര്യമൊന്നും ഇല്ലാത്ത അർണോൾഡ് ഷ്വാസ്നഗർ. കഴിഞ്ഞ 30 വീഡിയോകളായിട്ട് അർണോൾഡിൻ്റെ ജീവചരിത്രം ഞാനിവിടെ അവതരിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ തന്നെ ആത്മകഥയായ ടോട്ടൽ റീകോൾ എന്ന പുസ്തകത്തെ ആസ്പദമാക്കിയാണ്. 2012 ആ പുസ്തകം പബ്ലിഷ് ചെയ്തത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം അവസാനിക്കുന്നില്ല. കാരണം അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിക്കുകയാണല്ലോ. മാത്രമല്ല ഇപ്പോഴും അദ്ദേഹം ഒരുപാട് ആക്റ്റീവാണ്, പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അടുത്ത വീഡിയോയിൽ പറയാം.